നമസ്കാരം. ഇന്നു മുതൽ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്നതിന് ചിലവ് കൂടുമെന്നുള്ളത് മാത്രമല്ല, വീട്ടിൽ ചായയും കാപ്പിയും കുടിക്കുന്നതിനും വരെ ചിലവ് കൂടും. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് വീണ്ടും വില വർദ്ധിപ്പിച്ചതാണ് പുറത്തിറങ്ങി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് ചിലവ് കൂടുന്നത്. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചതാണ് വീട്ടിൽ ചായയ്ക്കും കാപ്പിക്കും വരെ ചിലവ് കൂടുന്നത്. വാണിജ്യ പാചക സിലിണ്ടറിന് 46 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ഇപ്പോൾ സിലിണ്ടറിന് ഒന്നിന് 3131 രൂപയായി വർദ്ധിച്ചു. എല്ലാ മാസവും 1-ാം തീയതി എണ്ണ കമ്പനികൾ പാചകവാതക വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ഇതേ പതിവ് അനുസരിച്ചാണ് ഇത്തവണ 46 രൂപ കൂട്ടിയത്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ല. ഡൽഹിയിൽ 42 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള പാചകവാതക ചരക്ക് നീക്കം ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് വില വർധനമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. രാജ്യത്തെ ഹോട്ടലുകൾ, ഭക്ഷണം പാചകം ചെയ്ത് വിൽക്കുന്ന മറ്റ് കേറ്ററിംഗ് പോലുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം കുത്തനെയുള്ള വിലക്കയറ്റം ഭീഷണിയാണ്. ആഹാര സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ട സ്ഥിതിയാണ്. പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ വിലവർധന വലിയ ഭീഷണിയാണ്. വാണിജ്യ LPG ക്ഷാമം നേരിട്ട അന്നു മുതൽ ഹോട്ടലുകൾക്ക് പണിയായി. ഒന്നാമത് സിലിണ്ടറുകൾ കിട്ടാനില്ല. കരിഞ്ചന്തയിൽ നിന്നാണ് പലരും ഇരട്ടി വില കൊടുത്ത് വാങ്ങിക്കുന്നത്. സിലിണ്ടറുകൾ കിട്ടാതായതോടെ പലരും തട്ടുകടകൾ മാത്രമല്ല, ചെറുകിട ഹോട്ടലുകാർ വരെ പൂട്ടിക്കെട്ടി. തട്ടുകടകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ എന്നിവ ഒഴിവാക്കി ആവശ്യ മേഖലയ്ക്ക് മുൻഗണന നൽകി സിലിണ്ടറുകൾ നൽകാനാണ് ഡീലർമാർക്ക് കിട്ടിയ നിർദ്ദേശം. 24 മണിക്കൂറും ഭക്ഷണം ലഭിക്കുന്ന കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിൽ ഉൾപ്പെടെ ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ പോലെ തന്നെ പ്രധാനമാണ് ഉന്തുവണ്ടികളിലുള്ള ചായപ്പീടികളും തട്ടുകടകളുമല്ല. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതാകുന്നതോടെ ഈ കടകൾ താൽക്കാലികമായി ഷട്ടർ ഇടേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ പലരും പൂട്ടിക്കെട്ടിയിരിക്കുക. അതുപോലെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് ഇന്നു മുതൽ മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂടി. ഡബിൾ ടോൺ മിൽക്ക് 1/2 ലിറ്ററിന്, അതായത് മിൽമ സ്മാർട്ടിന് 27 രൂപയാണ് പുതുക്കിയ വില 1/2 ലിറ്ററിന്. ടോൺഡ് മിൽക്ക് 1/2 ലിറ്ററിന് 28 രൂപയും മിൽമ പ്രൈഡിന് 30 രൂപയും നൽകണം. മിൽമ റിച്ചിന് 1/2 ലിറ്ററിന് 32 രൂപയായി. ഉൽപാദന ചെലവ് കൂടിയതുകൊണ്ടാണ് വില കൂട്ടിയതെന്നാണ് മിൽമ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് എടുത്ത തീരുമാനമാണ്. അത് സതീശൻ സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അവരിറങ്ങിപ്പോയി. അനുഭവിക്കുന്നത് ജനങ്ങളും.